കാസർഗോഡ് നിന്നുള്ളൊരു റിപ്പോർട്ടിലേക്കാണ്. കാലപ്പഴക്കം വന്ന് അപകടാവസ്ഥയിലായ കാസർഗോഡ് ഹൊസ്ദുർഗ് പോക്സോ കോടതിയും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും പുതിയ കെട്ടിടം നിർമ്മിച്ച് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. 4 നിലകളുള്ള കോടതി കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 2025 മെയ് മാസത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. തൽക്കാലം കോടതികളുടെ പ്രവർത്തനം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിലാണ് കാഞ്ഞങ്ങാടുള്ള ഹൊസ്ദുർഗ് അതിവേഗ സ്പെഷ്യൽ കോടതി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 എന്നീ കോടതികൾ ഉൾപ്പെടെ 4 കോടതികൾ പ്രവർത്തിക്കുന്നത്. പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പ്രോസിക്യൂട്ടറെ മുറിയിൽ ഉൾപ്പെടെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീഴുന്നത് പതിവാണ്. നേരത്തെ ബാർ അസോസിയേഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന മുറിയാണ് പോക്സോ കോടതിക്ക് നൽകിയത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2ന്റെ മേൽക്കൂരയിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നുണ്ട്. മേൽക്കൂരയിൽ നിന്ന് പലയിടത്തും ഓടുകൾ ഇളകിപ്പോയതിനാൽ ടാർപോളിൻ വിരിച്ചാണ് പലപ്പോഴും ചോർച്ച തടയുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത കോടതി 1ന്റെ കെട്ടിടവും കാലപ്പഴക്കത്താൽ അപകട ഭീഷണി നേരിടുന്നുണ്ട്. 6 മാസം മുമ്പ് ഈ തൊട്ടുപുറകിൽ കാണുന്ന പോക്സോ കോടതിയുടെ മുകളിൽ നിന്നും ഒരു കോൺക്രീറ്റ് കഷ്ണം പൊട്ടി വീണത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനക്കാരി രക്ഷപ്പെട്ടത്. അവരുടെ മുമ്പിലുള്ള ഫയലിൻ്റെ മുകളിലാണ് അത് വീണത്. അതുപോലെ എല്ലാ കോടതി ഈ 4 കോടതികളും ഒരെണ്ണം മാത്രമേ ഇതിൽ അല്പം പുതിയുള്ളൂ, സബ് കോടതി. ബാക്കി കോടതികളൊക്കെ ഈ പഴയ കാലപ്പഴക്കം മൂലം പൊളിച്ചു മാറ്റേണ്ട ഗതികേടിലാണ് ഈ കോടതി പ്രവർത്തിക്കുന്നത്. നിലവിലെ കോടതി സമുച്ചയത്തിന് സമീപത്ത് തന്നെ 7 നിലകളിലുള്ള പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. 10 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ നിലവിലുള്ള സ്ഥലത്ത് കോടതി പണിയുമ്പോൾ കോടതിയുടെ നിലവിലെ പ്രവർത്തനം മാറ്റിസ്ഥാപിക്കാനുള്ള സ്ഥല ലഭ്യത അന്ന് ലഭ്യമായില്ല. ഈ പ്രശ്നം ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടം കിട്ടുന്നതോടെ ഇപ്പോൾ താൽക്കാലികമായി പരിഹരിക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ 2 കോടതികളാണ് മാറ്റുക. ഇതിനുള്ള അനുമതിക്കായി ഹൈക്കോടതിയിൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ കോടതിക്ക് സമീപത്ത് തന്നെയുള്ള റവന്യൂ വകുപ്പിന്റെ 1.21 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പ് ജുഡീഷ്യറിക്ക് കൈമാറിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന നിരക്കിന് നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടം വിട്ടു നൽകിയാൽ 2 കോടതികൾ വൈകാതെ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലേക്ക് മാറും. ന്യൂസ് മലയാളം, കാസർഗോഡ്.